നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലെ അംഗങ്ങളാണ് സമ്മതിദാന അവകാശമുള്ള ഭാരതീയരായ നാം ഓരോരുത്തരും. ഓരോ വോട്ടിന്റെയും മൂല്യം വലുതാണ്, പാഴാക്കരുത്. വോട്ടവകാശം എന്നത് വെറും അവകാശമല്ല, ഓരോ പൗരന്റെയും കടമയും ചുമതലയുമാണ്. സ്വാതന്ത്ര്യലബ്ധിയോടെ നമ്മുടെ ഭരണ സംവിധാനത്തെ കണ്ടെത്താനുള്ള അധികാരവും അവകാശവും കൈവന്ന നമ്മൾ ആ അവകാശം ശ്രദ്ധയോടെ ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രം ശക്തി പ്രാപിക്കുന്നത്. ആ പ്രക്രിയയുടെ ഭാഗമാകുവാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളോടൊപ്പം ഇന്ന് കേരളവും വിവേചന ബുദ്ധിയോടെ ഉപയോഗിക്കുമ്പോഴാണ് എന്തിനും അതിൻ്റെതായ ശക്തിയും മൂല്യവും കൈവരുന്നത്. സമ്മതിദാനാവകാശം ഉപയോഗിക്കുമ്പോഴും ഓരോരുത്തരും മനസ്സിൽ കരുതി വെക്കേണ്ട കാര്യമാണിത്. മാറ്റങ്ങൾ കാലഗതിയുടെ ഭാഗമാണെന്ന് അറിയുമ്പോഴും ഭാരതം സുപ്രധാനവും നിർണായകവുമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കാലമാണിതെന്ന് വ്യക്തമായ ബോധം നമുക്ക് വേണം. സ്വത്വം വീണ്ടെടുത്ത് തനത് സംസ്കൃതിയിൽ ഊന്നി നിന്ന് കരുത്തുറ്റ ഭാവിയിലേക്ക് ചുവടുവയ്ക്കുന്ന ഭാരതം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്ര പുരോഗതി എന്നത് കേവലം ഭൗതിക നേട്ടം മാത്രമല്ലെന്നും മാനവികതയ്ക്ക് അതിൽ വലിയ പങ്കുണ്ടെന്നും ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഇന്ന് ഭാരതത്തിന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം ഭാരതത്തെ കേൾക്കുവാൻ കാത്തിരിക്കുന്നു. ആധുനിക ശാസ്ത്ര സാങ്കേതിക പര്യവേഷണ മേഖലകളിലെല്ലാം കൈവരിക്കുന്ന നേട്ടങ്ങളിലൂടെ ആഴി മുതൽ ആകാശം വരെ കീഴടക്കുമ്പോഴും ആർഷഭാരത സംസ്കാരത്തിന്റെ ഈ അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ ഇന്നത്തെ ഭാരതത്തിന് കഴിയുന്നു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. വിശ്വഗുരുവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലം നമ്മുടെ രാഷ്ട്രത്തിനുണ്ടായിരുന്നു. ഭാരതത്തിലെത്താൻ ലോകരാജ്യങ്ങൾ കൊതിക്കുകയും മത്സരിക്കുകയും ചെയ്ത ആ കാലം പിന്നീട് അധിനിവേശത്തിന്റെ കാലമായി. അത് നമുക്ക് നൽകിയ നീണ്ടകാലത്തെ അടിമത്വവും വൈദേശികാധിപത്യവും ഈ രാഷ്ട്രത്തെ ചവിട്ടി മെതിച്ചു താണ്ഡവമാടിയിട്ടും ആ സംസ്കാരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ബൗദ്ധികമായ അടിമത്തം ഒരു പരിധിവരെ അതിനെ ഉറക്കിക്കെടുത്തിയെങ്കിലും ആ ആത്യന്തികമായ ശക്തിയെ തിരിച്ചറിയാനും അതിലൂടെ സ്വാഭിമാനത്തിലേക്കും ആത്മനിർഭരതയിലേക്കും മടങ്ങാനുമുള്ള ഉറച്ച പ്രവർത്തനങ്ങൾക്കാണ് ഒരു പതിറ്റാണ്ടായി ഇന്നത്തെ രാഷ്ട്ര നേതൃത്വം നടത്തിപ്പോരുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണിത്. ഭാരതം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുന്നു. അതിലൂടെ രൂപപ്പെട്ട ആത്മനിർഭര ഭാരതത്തിന്റെ കുതിപ്പിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. സമസ്ത മേഖലയിലും ഉണ്ടായ ഉണർവ് ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ആത്മവിശ്വാസത്തിലൂന്നിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദീപം തെളിച്ചു കഴിഞ്ഞു. സനാതന ധർമ്മത്തിന്റെ മൂല്യവും ശക്തിയും വരും നാളുകളിൽ ഭാരതത്തിൽ ലോകഗുരു സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കും. ആ യാത്രയിൽ ഓരോരുത്തർക്കും പങ്കാളിയാകാനുള്ള അവസരമാണ് ഓരോ തെരഞ്ഞെടുപ്പും. അതിന്റെ ഭാഗമാണ് സമ്മതിദാന അവകാശവും. ചിന്താശക്തിയാണ് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ചിന്തിച്ചു പ്രവർത്തിക്കേണ്ട ദിനമാണിന്ന്. വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ട ദിനവും. 100% വോട്ട് രേഖപ്പെടുത്തപ്പെട്ട തെരഞ്ഞെടുപ്പായി ഇത് മാറട്ടെ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.